ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൊഗൈൻ വില്ലകളൊക്കെ നമ്മളെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒത്തിരി കളേഴ്സ് ഇനിയും നമുക്ക് ആവശ്യമാണ് നമ്മുടെ മുറ്റമൊക്കെ നല്ല ഡെക്കറേറ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ബൊഗൈൻ വില്ല ഓർഡർ ചെയ്തതാണ്. അപ്പോൾ DTDCയിൽ നിന്ന് അവർ വിളിച്ചിട്ട് അത് പിക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്നിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചി നമ്പറൊക്കെ അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ കൂടെ സൈനൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ആ സാധനം തന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ DTDC എവിടെയാണെന്ന് അറിയാത്തവർക്കായിട്ട് കല്ലടിക്കോട്, നമ്മുടെ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ കല്ലടിക്കോട് എന്നുള്ള ഭാഗത്ത് DTDC ആണിത്. അപ്പോൾ മുന്നേ ഇപ്പോൾ കുറച്ചായിട്ട് പോലീസ് സ്റ്റേഷൻ വേറൊരിടത്ത് മാറ്റി. അപ്പോൾ പഴയ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉണ്ട് കേട്ടോ, DTDC ഉണ്ട്. ആർക്കെങ്കിലും കൊറിയർ ചെയ്യണമെങ്കിലൊക്കെ അവിടെ പോയി കഴിഞ്ഞ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്ന് നമ്മുടെ ബൈക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്കൂട്ടി പെപ്പാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഈ സ്കൂട്ടി പെപ്പാണെങ്കിൽ നമുക്ക് എപ്പോഴും എവിടെ പോയാലും നമ്മളെ ഹെൽപ്പ് ചെയ്യണത് കേട്ടോ. കണ്ടോ, അങ്ങനെ വണ്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ വന്നു. എന്നിട്ട് കുറച്ച് അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ പോട്ട്സൊക്കെ വാങ്ങണമല്ലോ നമുക്ക്. ഇതപ്പോൾ ഉടനെ നട്ട് വെക്കാമെന്നുള്ള രീതിയിലാണ് വന്നിട്ട് പോട്ട് നോക്കാൻ വന്നപ്പോൾ ഒരു സ്റ്റാൻഡ് കണ്ടു കേട്ടോ. നമ്മുടെ പുതിയ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ സാധനങ്ങളൊന്നും എല്ലാം ഒന്നും വാങ്ങിയിട്ടില്ല. സാമ്പത്തിക പ്രശ്നമുള്ളതുകൊണ്ടാണ് വാങ്ങാണ്ടിരുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡ് അടുക്കളയിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ റേറ്റൊക്കെ ചോദിച്ചു. 900 സംതിങ് പറഞ്ഞു കേട്ടോ. പല വെറൈറ്റീസ് ഉണ്ട്. അതിൽ ആ സെൻറ്ററിലുള്ളതിനാണ് 900 എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ചട്ടിയൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ ചട്ടി ഞാൻ ചോദിച്ച സൈസിലുണ്ടായിരുന്നില്ല, 8 ഇഞ്ചിൻ്റെ ഉണ്ടായിരുന്നില്ല, അവിടെ ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു കടയിൽ നമ്മൾ വളമൊക്കെ വാങ്ങുന്നൊരു കടയുണ്ട് അവിടെ, TB ജംഗ്ഷനിൽ കേട്ടോ, കല്ലടിക്കോട്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് പോട്ട്, ബ്രൗൺ പോട്ട്, പിന്നെ കണ്ടോ കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടോ, എല്ലാം ഇങ്ങനെ അവരിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, ക്ലീൻ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പോട്ട് വാങ്ങി വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ മോൻ്റെ കലാപരിപാടികളാണ് കണ്ടോ. അവനെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല. അടുത്തിരുന്ന് ഇങ്ങനെ വികൃതി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവർ പാക്കിങ്ങൊക്കെ നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. പുറത്ത് കണ്ടോ, നല്ല അങ്ങനെ ഉടഞ്ഞൊന്നും പോവാതെ. ചില പ്ലാന്റ്സ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ കൈ കിട്ടുമ്പോഴേക്ക് ബോക്സൊക്കെ അങ്ങോട്ട് തവിട് പൊടിയായിട്ടുണ്ടാവും, അങ്ങനെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷേ ഇത് ഷേപ്പൊന്നും മാറാണ്ട് നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. കാരണം അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അവരെ മൈ ഡ്രീം ഗാർഡൻ അവരുടെ അവിടെ നിന്നാണ് വാങ്ങിയത്. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അവർക്ക് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. 500 അങ്ങനെ എന്തോ ആണ് ചാർജ് ചെയ്യുന്നവർ. നമ്മുടെ വീട്ടിലോട്ട് അവരുടെ വണ്ടി ഓരോ സ്ഥലത്തോട്ട് കൊണ്ടുവരും ഓരോ ദിവസം. അപ്പോൾ ആ ദിവസം നമ്മൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡെലിവറി ചെയ്യും. അപ്പോൾ ഒരു 10 പോട്ടൊക്കെ വലിയ പോട്ടുകളോട് കൂടെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അങ്ങനത്തെ ആയിരിക്കും ഏറ്റവും നല്ല. കാരണം ഒരു പ്രശ്നമില്ലാണ്ട് പോട്ടോടുകൂടി അങ്ങനെ ഫ്രഷായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ കണ്ടോ, ചെടി വാട്ടർമെലൺ കിസ്സാണ് കേട്ടോ, മൈ ഫേവറേറ്റ്. എനിക്ക് എപ്പോഴും ഇഷ്ടം, ബൊഗൈൻവില്ലകളിൽ എപ്പോഴും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ബട്ടർ കപ്പും വാട്ടർമെലൺ കിസ്സും. ബട്ടർ കപ്പ് നമ്മളുടെ അടുത്ത് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ, നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരിത് 3 ചെടി, ഒരു ചെടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് ബാക്കി 3 ചെടി ഇതുണ്ട് ഒന്നിച്ചാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്ന് പൊട്ടിച്ചെടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അവർ നല്ല സേഫായിട്ട് റാപ്പിംഗ് കവറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ മോൻ ഓരോന്ന് പറയുമ്പോൾ അവനെ ചീത്ത പറയാം കേട്ടോ. അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് അവനെ വിളിക്കുക, പോയി ഭക്ഷണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടോ, അമ്മ അവിടെ നിന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കും ഓരോന്ന്. കണ്ടോ, ചെടികളൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പേപ്പർ പറന്നു പോയത് എന്താ വെച്ചാൽ അവർ ടാഗ് ചെയ്ത് വെച്ചത് മാത്രം കറക്റ്റായിരുന്നില്ല. കാരണം ടാഗ് ചെയ്ത് ഒട്ടിച്ച് വെച്ച് അതിൻ്റെ പശയൊക്കെ പോയിട്ട് അതങ്ങനെ പറന്നു പോയിട്ട് ഇത് ഏതാണെന്ന് അറിയില്ല എന്ന് പറയുകയാണ് ഞാൻ. കണ്ടോ, അതാണ് കാണുന്നത്. അപ്പോൾ കണ്ടോ, ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവരയച്ച് 3-ാമത്തെ ദിവസമാണ് കിട്ടിയേ. പക്ഷെ അവർ വൈകുന്നേരം അയച്ച് ഒരു ദിവസം വിട്ട് അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് കിട്ടി. കണ്ടോ, അവനെ ഇടയിൽ കൂടെ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു വക പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയാണ് കേട്ടോ. അവർ സെല്ലോ ടേപ്പും കൊണ്ട് റാപ്പ് കവറിൻ്റെ മുകളിൽ അനങ്ങാണ്ടിരിക്കാതെ കണ്ടോ, സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വേറൊരു ബാഗും ഉണ്ടായിരുന്നു, അത് ഇതേപോലെ ഞാൻ അഴിച്ച് അതിലൊരു ചെടി മാത്രമേ ചെറുതായിട്ടൊരു ഡാമേജ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അവർ റീപ്ലേസ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ചെടികളൊക്കെ നല്ല സൂപ്പറായിരുന്നേ. കണ്ടോ, ഒരു ചെടി മാത്രം അങ്ങനെ ഉണ്ടായിരുന്നു.
പിന്നെ ഒന്ന് മാത്രമായിരുന്നു ഗ്രാഫ്റ്റിംഗ് ആയിട്ട്, ബാക്കിയെല്ലാം നമുക്ക് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മളിത് അപ്പോൾ തന്നെ നട്ട് വെക്കാമെന്നുള്ള രീതിയിലായിരുന്നു. കണ്ടോ ഈ ചെടി, ഇതൊരു 10 ഇഞ്ചിൻ്റെ പോട്ടാട്ടോ. 10 ഇഞ്ചിൻ്റെ പോട്ടിൽ നമ്മൾ സാധാരണ നോർമൽ മണ്ണും അതിൻ്റെ കൂടെ പെർലൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നട്ടേക്കുന്നത്. ഇത് വാട്ടർമെലൺ കിസ് തന്നെയാണ് ഫസ്റ്റ് നട്ടേ. അപ്പോൾ അവർ അത് മാത്രം ഗ്രാഫ്റ്റഡ് ആയതുകൊണ്ട് അതിലിങ്ങനെ കോല വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രാഫ്റ്റഡ് ആയതുകൊണ്ട് പൊട്ടിപ്പോവാതിരിക്കാൻ ഒരു സ്ട്രോങ്നെസ്സിന് വേണ്ടിയിട്ട് കോല് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കത്തിയൊക്കെ കൊണ്ട് മുറിച്ച് മെല്ലെ അങ്ങനെ എടുത്തു കേട്ടോ. കണ്ടോ, മെല്ലെ പേടിച്ച് എടുക്കുന്നത്, അതാണ് മെല്ലെ എടുക്കുന്നത്. നന്നായി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പറയാണ്ട് വയ്യ. ഒത്തിരി ക്ഷീണമൊന്നും, ചൂടിൻ്റേതായൊരു ചെറിയ ക്ഷീണം അല്ലാണ്ട്, അത് അവിടെ കെട്ടിയൊക്കെ വെച്ചേക്കുന്നത്. ചൂടിൻ്റെ ക്ഷീണം അല്ലാണ്ട് വലിയ കുഴപ്പമുണ്ടോ. റാപ്പിംഗ് കവർ വെച്ചിട്ട്, അത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ആണോന്നറിയില്ല, ഏതോ ഒന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവർ നല്ല പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു സിമെൻറ്റ് കളർ എന്താണെന്നറിയാം, അത് കൊൽക്കത്തയിലൊക്കെ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഐഡിയ അറിയുന്നത് കൊണ്ട് അത് നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് സെല്ലോ ടേപ്പ് മുറിച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ വൈറ്റ്നറോ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട്, വൈറ്റ്നർ നമ്മുടെ അടുത്തില്ല, അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ അതിൽ പോട്ടിൽ എഴുതാമെന്ന് പറഞ്ഞിട്ടാട്ടോ. ഇത് കുറച്ച് കാലമൊക്കെ നിൽക്കും. നമ്മൾ പണ്ട് വാട്ടർ ലില്ലി ഉള്ള സമയത്ത് ഇങ്ങനെയായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, പോട്ട് ചെയ്തു, മണ്ണൊക്കെ ഇട്ടിട്ട് പോട്ട് ചെയ്ത്, ഇച്ചിരി മണ്ണും കൂടി ഇടണം കേട്ടോ. കറക്റ്റ് ഹൈറ്റ് വെച്ചിട്ട് നോക്കി. ഒരു സൈഡിൽ ഇച്ചിരി എല്ലുപൊടി പോട്ടിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ഒരു വളവും ചെയ്തിട്ടില്ല. ഒരു വളവും ചെയ്യരുത്, നമ്മളത് പിടിച്ച് കിട്ടിക്കഴിയുമ്പോഴേ ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ചെടികളായതുകൊണ്ട് മാത്രം ഒരു ചെറുതായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പോട്ടിൽ അതൊക്കെ ഒട്ടിച്ചു കേട്ടോ. വാട്ടർ മെലണാണ് അറിയുന്ന 2-3 ടാഗ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ആ പേപ്പർ പറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒട്ടിച്ചിട്ട് ബാക്കി മണ്ണും കൂടെ ഇട്ട് കൊടുക്കണമല്ലോ പോട്ടിൻ്റെ മുകളിലോട്ടെന്ന് പറഞ്ഞിട്ട് മണ്ണെടുത്ത് ഇട്ട് കൊടുത്തു. അത് കേട്ടോ, ഇതാണ് ആ വൈറ്റ് കാണുന്നത് പെർലൈറ്റാണ് കേട്ടോ. മണ്ണിൻ്റെ കൂടെ പെർലൈറ്റ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അത് ഫുള്ളായിട്ട് കൊട്ടി മെല്ലെ, അത് തട്ടാണ്ട് വേണം കേട്ടോ, ചെടിയിലൊന്നും തട്ടാതെ മെല്ലെ കൊട്ടിയിട്ട് നേരെ ഓക്കെ ആക്കി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇച്ചിരി നല്ല വെള്ളം ഒഴിച്ച്, എപ്പോഴും പറയുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മളിത് തണലത്ത് വെച്ചിട്ട് വേരൊക്കെ പിടിച്ച് പുതിയ ഇലകളൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ പുറത്തേക്ക് വെയിലത്തോട്ട് മാറ്റി വയ്ക്കുകയുള്ളൂ കേട്ടോ. 2-3 ഇലയൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ ബായ്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.